ഗൈസ് നമ്മുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ കുറച്ചേരൊക്കെ ഒന്ന് നടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് മയാമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് കേട്ടോ, ബേസൈഡ് മാർക്കറ്റ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ബോട്ട് റൈഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് റൈഡ് നടത്താം, അത്യാവശ്യം അടിപൊളി ഫുഡുകൾ കഴിക്കാം, പിന്നെ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് പർച്ചേസിങ് ഒക്കെ നടത്താൻ സാധിക്കും. സാധാരണ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ കാണുന്ന പോലെ ഒന്നുമല്ല, ഇവിടെ ഒരുപാടുണ്ട് ഷോപ്പുകൾ. ഏകദേശം ഒരു 100-ലും മീതെ ഉണ്ടെന്നാണ് കേട്ടോ പറയണ. ലോക്കലായിട്ടുള്ള ഷോപ്പുകളും അതുപോലെ തന്നെ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ലേഡീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ഐറ്റംസുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. വള, മാല, ബ്രേസ്ലെറ്റുകൾ, പിന്നെ ഡ്രസ്സുകൾ, തൊപ്പി, സൺഗ്ലാസസ്, അങ്ങനെ ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഷോപ്പിംഗ് ഒക്കെ നടത്താനായിട്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐസ്ക്രീം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടാണെങ്കിലും ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടാണ്. പിന്നെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അടച്ച് പൂട്ടി ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടേക്കണോണ്ടേ നല്ല സുഖമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സമയത്താണെങ്കിൽ പോലും. പക്ഷേ എങ്കിൽ വൈകിട്ടാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ആ കഴിഞ്ഞ ബോട്ടിൻ്റെ അവിടെയൊക്കെ പോയില്ലേ, അവിടെയും പിന്നെ ആ ഒരു റെസ്റ്റോറൻറ്റ് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ആ നൈറ്റ് വൈബ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ലൈവ് മ്യൂസിക് അതൊക്കെ ആയിരിക്കും. അപ്പോൾ വൈകിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. എങ്കിലും പകലും ഉണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ ഞാൻ കൂടുതലായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗവും പിന്നെ അതുപോലെ തന്നെ ബോട്ട് റൈഡും ഒക്കെ നമ്മൾ അതിലാണ് കൂടുതൽ കാണിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഇത്. ഞങ്ങളും കുറേ ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാങ്ങിക്കാതിരിക്കുക. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ സൂവനീറുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതേ ചപ്പലുണ്ടായിരുന്നു, പിന്നെ അതേ നോക്കി കുറേ പല ടൈപ്പ് മുടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് വില കുറവൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ മാത്രമുള്ളൊരു കളക്ഷൻസാണ് ഇവിടെ കാണാൻ. എന്തോരം മോഡൽസാണെന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ അതേ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ഈ മയാമി ബീച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഒക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതിപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള പോലത്തെ ഇങ്ങനത്തെ ഓരോ ഡ്രസ്സുകളൊക്കെയാണ്. എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പാത്തൂനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ, അതുപോലെ തന്നെ വലിയ ലേഡീസിനൊക്കെ ഇടാൻ പറ്റിയ വലിയ മുതിർന്നവർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഡ്രസ്സുകളൊന്നും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ അതേ ഈ ഒരു വഴി കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയായിട്ട് ഇവിടെ മക്കാവുവിനെയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. കുറേ ആളുകൾ അതിനെയൊക്കെ നിർത്തിയും ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞൊക്കെ നിന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായി. ഇപ്പോൾ മക്കളെ ഇവിടെ കണ്ട ഒരുപാട് കടകളുണ്ട്, ഇഷ്ടമാതിരി ഫുള്ളും ജ്വല്ലറീസ് കടകളൊക്കെയാണ് ഉള്ളത്. എന്ത് തിരക്കാണെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് അങ്ങോട്ട്. അങ്ങനെ നടക്കണ വഴിയിലാണ് ഇതേ ഒരു കരിക്കേട് കണ്ടത്. അപ്പോൾ നമുക്കൊന്ന് മയാമിയിലെ ഒരു കരിക്ക് കുടിച്ചാലോ. ചേച്ചി വെള്ളത്തിൽ നിന്ന് എടുക്കാൻ കരിക്ക് പല പല റൈറ്റ്. അതെങ്ങനെയാണ്? ആ ചേച്ചിയുടെ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. അയ്യോ നോക്ക്, നടി പാത്തു മധുരമുണ്ടോ? എവിടെ? നമ്മുടെ നാട്ടിലെ കരിക്കിൻ്റെ മധുരമൊന്നുമില്ല. കരിക്കിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇവിടെ റേറ്റ് വരുന്നത്. എന്തായാലും കരിക്കിന് അത്ര ഒരു മധുരമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അടിപൊളിയായിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ ഒരെണ്ണം വാങ്ങി കുടിച്ചു, വെറുതെ ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇവിടുത്തെ കരിക്കിൻ്റെ ടേസ്റ്റും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ. ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. മക്കളെ നമ്മളിപ്പോൾ നടന്ന് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ എൻട്രൻസ് കേട്ടോ, ബേസ് സൈഡ് മാർക്കറ്റ്. നമ്മളെന്താ പറയുക,
ഒരു വീടിൻ്റെ അടുക്കളവശത്ത് കൂടി കയറിയ പോലെയാണ്. നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് വന്നത് ഈ മാർക്കറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയത്. അപ്പം ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ മാർക്കറ്റിലെ വിശേഷങ്ങൾ. നമ്മൾക്ക് ഇനി ഇവിടെ നിന്ന് വേഗം തന്നെ പോകണം. നമ്മൾ കയറിയ ബസ്സിലേ ആ ബസ്സിന് തന്നെയാണ് കേട്ടോ പോകണം. പോയിട്ട് നമുക്ക് മയാമി ബീച്ചിൽ ഇറങ്ങാം. മയാമി ബീച്ചിലും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം നമ്മളൊരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. മയാമിയിലെ ഒരു ഇതപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാം കണ്ടു കഴിഞ്ഞു. ഒന്നുമില്ല. അയ്യോ ആകെ ടയേർഡായി. അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബസ്സിൽ കയറാം. ബീച്ചിൽ പോവാം. അപ്പോൾ അതേ ബസ് വന്നിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാം. നമ്മളങ്ങനെ അതെ ബസ്സിൽ ഏറ്റവും ബാക്ക് സീറ്റിലിരിക്കുകയാണ്. കണ്ടോ? നമ്മൾ നേരെ മയാമി ബീച്ചിലേക്ക്. ഇവിടുന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഒന്നും തോന്നണം. വേറെ ആരുമില്ല കേട്ടോ ഇവിടെ. ഫുൾ കാലി. നമ്മൾ ബസ്സിൽ ടിക്കറ്റ് എടുത്തത് നമ്മളൊരു ഫുൾ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഈ ഒരു ബസ്സിൽ കയറിയാൽ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ ബസ്സിലേക്ക് കയറിയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബസ് പോകുന്ന വഴിയിലാണ് മയാമി ബീച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് റൈഡാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഒരു ദിവസത്തിൽ ഇത്ര ടൈം വരെ എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ടൈമിൽ പോയ വഴിയൊന്നും അല്ല കേട്ടോ. ഇത് വേറെ ഏതോ സൈഡിൽ കൂടിയൊക്കെയാണ് പോണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയ കോട്ട ബിൽഡിങ്ങുകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചൂടത്ത് ഈ ഒരു മുകളിലിരുന്ന് യാത്ര ചെയ്യാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തിരി സ്പീഡ് കൂടിയിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ. അപ്പം മനുഷ്യൻ അങ്ങോട്ട് പറന്ന് പോണ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെയാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും മയാമി ബീച്ചിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.